നമ്മൾ 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കുമായിരിക്കുന്ന സ്ഥലത്തുനിന്ന് കണ്ണുകളടച്ച് ഇതിനുവേണ്ടി ശരിക്കും ഒന്ന് ഒരുങ്ങുക. ഈ ഒരാഴ്ച പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ദൈവസന്നിധിയിൽ ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞ് അവരുടെ ആവശ്യത്തെ പറയുമ്പോൾ ഓർക്കുകയാണ്, എൻ്റെ കാര്യം ദൈവം ഏറ്റെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. തെരേസ രോഗസൗഖ്യത്തിനായും പരീക്ഷാ വിജയത്തിനായും പ്രാർത്ഥിക്കുന്നു. അലൻ പരീക്ഷാ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഡാനി കേസിൽ നിന്നും വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. പിയൂസ് എൽസി ബിസിനസ്സിൽ വിജയമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. സജു കടം വീട്ടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഷോളി മനസമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആൻസി ദൈവഹിത പ്രകാരമുള്ള വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു. എൽദോസ് ദൈവഹിത പ്രകാരം വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ആഷ്ലി പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് കേസിൽ നിന്നും വിമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഫേബാസുനിൽ തൊണ്ടയിലെ മുഴ മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജി മോൾ 10 സെന്റ് സ്ഥലം വാങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. ജെസ്സി ഒരു ഭവനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഷൈനി സന്താന സൗഭാഗ്യമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ടിജോ ദൈവകൃപ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ മദ്യപാനം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ലൈസ സ്വന്തമായൊരു ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. അമ്മിണി സ്ഥലം വിറ്റു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. റിങ്കു കടക്കണിയിൽ നിന്ന് മോചനം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി സ്ഥലം വിറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. അനീഷ് സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. റബേക്ക വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് കടഭാരം മാറുവാൻ രോഗസൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. സ്റ്റാൽമിൻ നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫെക്സിബ കടം ജീവിതത്തിൽ നിന്ന് മാറുവാൻ പ്രാർത്ഥിക്കുന്നു. എബി കുടുംബ ജീവിതം ഐക്യത്തിലാകാൻ പ്രാർത്ഥിക്കുന്നു. അമൽ രോഗം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അതുൽ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റീന രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോയൽ മൊബൈൽ അഡിക്ഷൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജിൽന മക്കളുടെ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഏലിക്കുട്ടി ചെവിക്കു കേൾവി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു 4.5 സെന്റ് സ്ഥലം ഒന്ന് വിറ്റ് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. തെരേസ 29-ാം തീയതിയുള്ള പരീക്ഷ വിജയമാകുവാൻ പ്രാർത്ഥിക്കുന്നു. അഗസ്റ്റിൻ ഒരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ജോൺ ജോലി സ്ഥിരമാകുവാൻ പ്രാർത്ഥിക്കുന്നു. സാറ എഴുതിയ പരീക്ഷയിൽ വിജയമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ജോയൽ TV മൊബൈൽ അഡിക്ഷൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ 1-ാമത്തെ ആശീർവാദത്തിനായി പരിശുദ്ധ കുർബാന എടുത്തുയർത്തുകയാണ്. ഈ സമയം നമുക്കെല്ലാവർക്കും ഒന്ന് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും ഈ 1-ാമത്തെ നിയോഗത്തിൽ ആരുടെയൊക്കെ പേരുകൾ ആശീർവാദ സമയത്ത് പറഞ്ഞു, അവരുടെ എല്ലാം ജീവിതത്തിൽ അതൊരു അത്ഭുതമാകുവാൻ, അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുവാൻ ഇപ്പോൾ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചൊന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ച് ചേർന്ന് പാടാം. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, ബന്ധനും ബധിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതു ഉത്ഥാനത്തിൻ ജീവനാമോ. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ബധിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതു ഉത്ഥാനത്തിൻ ജീവൻ. അതുകൊണ്ട് പാടാം. ഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയ പാടിടുവിൻ. ഓർശ്ലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പാടി. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. 2-ാമത്തെ ആശീർവാദത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. 2-ാമത്തെ ആശീർവാദത്തിനായി
സ്വീകരിക്കുമ്പോൾ ആരുടെയൊക്കെ പേരുകൾ പറയുന്നു, ആരുടെയൊക്കെ ആവശ്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവരുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹം. ഓരോരുത്തരുടെ പേരുകൾ പറയുമ്പോൾ ശുശ്രൂഷകരും അത് ശ്രദ്ധിച്ച് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ജാക്ലിൻ തലയിലെ രോഗം സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. സോഫി മകന് നല്ലൊരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ബീന ഉദര സംബന്ധമായ രോഗസൗഖ്യം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. റിയ മകന്റെ വിവാഹം കടം വീട്ടുവാനും പ്രാർത്ഥിക്കുന്നു. ടോമി കടം വീട്ടുവാൻ കണ്ണിന് സൗഖ്യമാകുവാനും പ്രാർത്ഥിക്കുന്നു. കൃപ ഇറ്റലിയിൽ ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മിഥുൻ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സോമിയ ഫാമിലി പരിശുദ്ധാത്മാവ് നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. മെർലിൻ ആൻഡ് ഫാമിലി പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു. കുര്യാക്കോസ് മകന് വിദേശത്ത് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. റാണി മക്കൾക്കും കുടുംബത്തിനും ജോലി വിസ റെഡിയാകുവാൻ പ്രാർത്ഥിക്കുന്നു. ബിൻസി വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. സിൻഡോ ബിൻഡോ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ആന്റണി മകന്റെ ശാരീരിക രോഗം സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസഫ് ലാബിന് ലൈസൻസ് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജെയിംസ് തലയിലെ രക്തം കട്ടയാകുന്ന സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ത്രേസ്യാമ മക്കളുടെ വിവാഹം നടക്കുവാൻ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു. ജെയിംസ് മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റോസ് നാളത്തെ IELTS എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഡാനിയേൽ പഠിക്കുവാൻ ഓർമ്മശക്തി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ആനി ജോസഫ് റേഷൻ കാർഡ് കിട്ടാനുള്ള തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരുടെ പേരുകളും അവരുടെ ആവശ്യങ്ങളെയും രണ്ടാമത്തെ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിക്കുമ്പോൾ രണ്ട് കരങ്ങളെ നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങളെ ഉയർത്തി മടുപ്പ് കൂടാതെ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ആശീർവാദ സമയത്തും സമർപ്പിച്ച പേരുകൾ, സമർപ്പിച്ച ആവശ്യങ്ങൾ, സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങ് സ്വീകരിച്ച് അതൊരു അത്ഭുതമാക്കി മാറ്റണമേ. തടസ്സങ്ങളെ മാറ്റണമേ. എടുത്തു പറയത്തക്ക വിധം ഒരു സാക്ഷ്യം പറയുവാൻ ഇടയാകത്തക്ക വിധം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദിയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കണമേ. രോഗസൗഖ്യം സംഭവിക്കണമേ. പുതിയ വഴികളെ തുറക്കണമേ. മാനസാന്തരങ്ങൾ നടക്കണമേ. അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ. വിടുതലുകൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് കരമടിച്ച് ഒരുമിച്ച് പാടാം. സ്നേഹം മാത്രം പകർന്നിടാൻ ജീവൻ പോലും നൽകിടും. ഹൃദയങ്ങൾക്കു ശാന്തിയായി കരുണാമയൻ വന്നിടും. സ്നേഹം മാത്രം പകർന്നിടാൻ ജീവൻ പോലും നൽകിടും. ഹൃദയങ്ങൾക്കു ശാന്തിയായി കരുണാമയൻ കരമുയർത്തി അടിച്ച് ഇസ്രായേലേ സ്തുതിച്ചിടുക. രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക. രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരങ്ങൾ താഴ്ത്തി അടിച്ച് കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ പാടിടുവിൻ. ഓർശ്ലേമിൻ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക. രാജാധിരാജൻ എഴുന്നള്ളുന്നു. കരങ്ങൾ താഴ്ത്തി മൂന്നാമത്തെ ആശീർവാദത്തിനായി ഒരുങ്ങുകയാണ്. ആരുടെയൊക്കെ പേരുകളാണോ മൂന്നാമത്തെ ആശീർവാദത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം അനുഗ്രഹമാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം നിൽക്കുന്നത് കൊണ്ട് മടുപ്പോ ക്ഷീണമോ ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഒരു പ്രതിസന്ധിയുമില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ സമയം പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മറുപടിയായി കർത്താവെ അനുഗ്രഹിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ബൈബിൾ പറയുന്നു, നിങ്ങൾ അനുഗ്രഹിച്ചതിനെ ഞാനും അനുഗ്രഹിക്കും. അങ്ങനെ അതൊരു അനുഗ്രഹമായിരിക്കുമെന്ന് നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോഷ്മി
കുടുംബത്തിലെ രോഗബാധയും കടവും മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ലില്ലി ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നീനു വിദേശത്ത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലന +2 ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോമോൻ കമ്പനിയിലെ പൈസ കിട്ടുവാൻ, ജോലിയിൽ ഒരു മാറ്റം കിട്ടുവാനും പ്രാർത്ഥിക്കുന്നു. അനീഷ് ദൈവഹിതം തിരിച്ചറിയാൻ പ്രാർത്ഥിക്കുന്നു. മെൽവിൻ വിമാനയാത്രയിൽ സംരക്ഷണം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോയി തൊഴിലിലെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഡിസ്കിന്റെ കംപ്ലൈന്റ് മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജോയി തൊഴിലിലെ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അന്ന ഗവൺമെന്റ് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. എൽദോ കടക്കണിയിൽ നിന്ന് മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഷൈബി സ്വന്തമായൊരു ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. എബി നഴ്സിംഗ് പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അമൽ വീടും സ്ഥലവും വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ലില്ലിക്കുട്ടി മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ജോലി മകന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോഫിറ്റ മകൻ വിശ്വാസത്തിൽ വളരാൻ പ്രാർത്ഥിക്കുന്നു. ജമൽ ശമ്പളം കൂട്ടിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജെയിംസ് മകന്റെ വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിൻസി മക്കളുടെ കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. റജി നല്ല വിലയ്ക്ക് സ്ഥലം വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു. റോസ്ലിൻ കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. അമൃത ADC എക്സാം വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അമൽ പരീക്ഷയിൽ ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേക് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു. ഏലിയാമ്മ RM എക്സാം വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ് ഒരു ഭവനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. രമ്യ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. മരിയാമ്മ മകന് പഠിക്കാനുള്ള ജ്ഞാനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഷീല ജിബിക്കും ഉന്മേഷിനും വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ മൂന്നാമത്തെ ആശീർവാദം നമുക്ക് കരങ്ങളെ ഉയർത്തി ആരുടെയൊക്കെ പേരുകളാ പറഞ്ഞത്, ആരുടെ ആവശ്യങ്ങളാ ദൈവസന്നിധിയിൽ ഉണർത്തിച്ചത്, അതിനെല്ലാം പ്രതിഫലമുണ്ട്, അതിനെല്ലാം പ്രതിഫലമുണ്ട്, അതിനെല്ലാം പ്രതിഫലമുണ്ട്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. അധരങ്ങളെ തുറന്ന് ശബ്ദം ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവപ്രവർത്തികൾ ഇവിടെ ഇന്ന് ഇപ്പോൾ സംഭവിക്കണമേ. ഇന്ന് ഇവിടെ ഇപ്പോൾ സംഭവിക്കണമേ. ഇന്ന് ഇവിടെ ഇപ്പോൾ സംഭവിക്കണമേ. ദൈവ പ്രവർത്തികൾ സംഭവിക്കണമേ. ദൈവ സ്നേഹത്തിന്റെ പ്രവർത്തികൾ സംഭവിക്കണമേ. വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേർന്ന് കരമടിച്ചു പാടാമോ? പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി ഉണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി ഉണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, വിശ്വസിക്കുന്നു, മറുപടി വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ചോദിച്ചാൽ ലഭിച്ചിടും, അതു പ്രാർത്ഥിച്ചത് പാടുന്നത് സംഭവിക്കട്ടെ, പാടുന്നത് സംഭവിക്കട്ടെ, പാടുന്നത് സംഭവിക്കട്ടെ, പാടുന്നത് സംഭവിക്കട്ടെ. ലഭിച്ചിടും, അതു നിശ്ചയം. നാലാമത്തെ ആശീർവാദത്തിനായി ഒരുങ്ങുകയാണ്. നാലാമത്തെ ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾ ഇതിനകത്ത് ആരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്, ആരുടെ ആവശ്യങ്ങളെ പറയുമ്പോൾ അതിലെല്ലാം അത്ഭുതങ്ങൾ കാണാൻ ഇടയാകണമേ. അടയാളങ്ങൾ ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഹല്ലേലൂയ. എന്തിനാ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? യേശു പറഞ്ഞു, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ, പറയണം, പറയേണ്ടത് പറയണം, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം, ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ നിയോഗങ്ങൾ മനസ്സിൽ വെക്കുകയല്ല, അത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നാലാമത്തെ ആശീർവാദ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്.
ബിന്ദു വിസ തടസ്സം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. നോബിൾ ഒരു ഭവനം വാങ്ങുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് കുഞ്ഞിന്റെ പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിജി മകന് വിസ കിട്ടുവാനും മദ്യപാനം മാറുവാനും പ്രാർത്ഥിക്കുന്നു. ലില്ലിക്കുട്ടി ജോലി സ്ഥലത്ത് പ്രതിസന്ധികൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ജസ്വിൻ അടുത്ത മാസം PT എക്സാം പാസ്സാകുവാൻ ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ ടെസ്റ്റ് ILTC എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. ജെറോം ശാരീരിക രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷൈനി ജോലി സ്ഥലത്തെ പ്രതിസന്ധികൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. അലീന നീറ്റ് എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. അമൃത നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിനു വാഹനങ്ങൾ വിറ്റുപോകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ആൽവിൻ പഠിക്കാനുള്ള ജ്ഞാനം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ജിബിൻ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നോബിൾ ഭർത്താവിന്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. അൻസമ്മ അമലിന് സന്താന ഭാഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ജെർലി ന്യൂസിലൻഡിലെ എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. ഡാർവിൻ നീറ്റ് എക്സാം ഉന്നത വിജയം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ്വിൻ SSLC ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ജാസ്മിയ BSc പരീക്ഷ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ സ്പോർട്സിൽ ഉന്നത വിജയം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ബിൻസി ഭർത്താവിന്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷിന്നോ ജോലി തിരിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. നാലാമത്തെ ആശീർവാദം ഇപ്പോൾ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ബഹുമാനപ്പെട്ട അച്ഛൻ നൽകുമ്പോൾ കർത്താവെ ഈ 4 ആശീർവാദ സമയത്തും ആരുടെയൊക്കെ പേരുകൾ ആരുടെയൊക്കെ ആവശ്യങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തിൽ പറഞ്ഞോ അതെല്ലാം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും സംഭവിക്കണമേ. കേവലം ഒരു വിശ്വാസം മാത്രമല്ല, അത്ഭുതകരമായ ചില ദൈവപ്രവൃത്തികൾ, അത്ഭുതകരമായ ചില ദൈവിക ഇടപെടലുകൾ തന്നെ ഇപ്പോൾ ഈ നിമിഷം മുതൽ സംഭവിക്കട്ടെ. ഒന്നാമത് പറഞ്ഞ പേരുകൾ തുടങ്ങി ഇപ്പോൾ പറഞ്ഞ അത്രയും ആളുകളുടെ പേരുകളെ ഒന്ന് സമർപ്പിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ജീസസ്. യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വിളിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ. ജീസസ് ചേർന്ന് കരമടിച്ച് മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുന്ന യേശുനാഥന്. അർത്ഥമറിഞ്ഞൊന്ന് പാടാമോ? മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുന്ന യേശുനാഥൻ. അതുകൊണ്ട് പാടുന്നു ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം യേശുവിനെ. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. സ്തുതികൾക്ക് യോഗ്യനവൻ, എല്ലാ മഹത്വവും കർത്താവിന്. അഞ്ചാമത്തെ ആശീർവാദം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് കൊണ്ടുവന്നവർ, സ്ഥലത്തിൻ്റെ പ്രമാണം കൊണ്ടുവന്നവർ, ചിലരുടെ പ്രാർത്ഥന പേര് ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ട് അതെല്ലാം ഒന്ന് കയ്യിൽ പിടിക്കാമോ? അഞ്ചാമത്തെ ആശീർവാദത്തിൽ അതൊരു നിയോഗമായിട്ട് വയ്ക്കുകയാണ്. ചില ആളുകൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, കടലും കരയും കടന്നൊരു ജോലി പോകണം, കുടുംബം അനുഗ്രഹമാകണം. എഴുതിക്കൊണ്ടുവന്ന പ്രാർത്ഥനകളുണ്ട്, ഈ അൾത്താരിൽ ഇരിക്കുന്ന നിയോഗങ്ങളുണ്ട്, എഴുതിയിട്ടവരുണ്ട്, കൽക്കുരിശിൽ എണ്ണയൊഴിച്ചവരുണ്ട്, കുരിശിൽ എഴുതി പ്രാർത്ഥിച്ചവരുണ്ട്, മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ചവരുണ്ട്. എല്ലാവരെയും ഓർക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട്, സ്ഥലത്തിൻ്റെ പ്രമാണമൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, ഈ 7 ആശീർവാദത്തിൻ്റെയും അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യത്തിൽ സംഭവിക്കണമേ, ഇന്ന കാര്യത്തിൽ എനിക്കൊരു സാക്ഷ്യം പറയുവാൻ ഒക്കണമേ. പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്.
പ്രാർത്ഥിക്കുകയാണ്. അലൻ അലക്സ് നന്നായി പഠിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ബേസിൽ നടുവേദന മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അലീന മരിയ നന്നായി പഠിക്കാൻ നീറ്റ് എക്സാം പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു. വിപിൻ ജോലി ലഭിക്കുവാനും കുഞ്ഞിന്റെ രോഗസൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. സ്വപ്ന പൈശാചിക ബന്ധനങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മഞ്ജു കയ്യിലെ വിറയൽ മാറുവാൻ, ടെൻഷൻ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ആൽവിയ പഠനത്തിനുള്ള ഭയം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബിജു വാഹനങ്ങൾ ഒന്ന് വിറ്റ് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ 5ാമത്തെ ആശീർവാദ സമയത്ത്, ഈ 5 ആശീർവാദ സമയത്തും പരിശുദ്ധ കുർബാന എടുത്തുയർത്തിയപ്പോൾ ഒരുപാട് മനുഷ്യരുടെ പേരുകൾ ഞങ്ങളിവിടെ പറഞ്ഞു. ഒരുപാട് പേരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിച്ചു. ഇപ്പോൾ പ്രാർത്ഥിച്ച കർത്താവെ, ചിലർ പാസ്പോർട്ട് എടുത്ത് അതിന്റെ കോപ്പി എടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലത്തിന്റെ പ്രമാണം എടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പുതിയ വഴികൾ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. സകല ആവശ്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ആ കരങ്ങളെ ഉയർത്തി അധരങ്ങളെ തുറന്നെല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശബ്ദമുയർത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കരമടിച്ചു പാടാം. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അതുകൊണ്ട് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. അതുകൊണ്ട് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. 6ാമത്തെ ആശീർവാദത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്നു. 6ാമത്തെ ആശീർവാദത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ലിയ +1 ഉന്നത വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. നീതു ജർമ്മനിയിൽ ഒരു ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. ജോസഫ് മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. ബിബിൻ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. മേരി സ്ഥലം വിറ്റ് കടം വീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സ്റ്റെഫി സാമ്പത്തിക പ്രയാസം മാറുവാൻ പ്രാർത്ഥിക്കുന്നു. മേഴ്സിംഗ് വർക്ക് പെർമിറ്റ് കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. മാത്യു വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വർഗീസ് ഗവൺമെന്റ് ലിഗ്മെന്റിന്റെ വേദന മാറുവാൻ പ്രാർത്ഥിക്കുന്നു. 6ാമത്തെ ആശീർവാദം ഇപ്പോൾ പ്രാർത്ഥനയോടെ സ്വീകരിക്കുകയാണ്. 2 കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച്, പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നിങ്ങൾക്ക് ദൈവ നിയോഗത്തിൽ പ്രാർത്ഥിച്ചത്? ഏത് കാര്യത്തിന്റെ മേല ഒരത്ഭുതം ആഗ്രഹിക്കുന്നത്? ഏത് കാര്യത്തിന്റെ മേല ദൈവം ഇടണമെന്ന് പ്രതീക്ഷിക്കുന്നത്? ആ വിഷയത്തെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ അധരങ്ങളും തുറന്ന് ശബ്ദം ഉയർത്തി എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ ഇപ്പോൾ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ പേരുകളെയും എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് സ്തുതിച്ച് കരമടിച്ചു പാടാം. എന്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും.
തന്റെ വഴിയിൽ തന്നെ നടക്കും. ചേർന്ന് പാടാമോ? എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. എന്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഒരുമിച്ച് പാടാമോ? ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പിന്നെയോ എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. അർത്ഥമറിഞ്ഞ് പാടി. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. ഏഴാമത്തെ ആശീർവാദ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഈ 7 ആശീർവാദത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കരങ്ങളിൽ 10 രൂപയോ 50ഓ 100ഓ ഒക്കെ ഉണ്ടെങ്കിൽ നേർച്ചയിടാനൊന്നുമല്ല, ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് നിങ്ങൾ ആ 7ാമത്തെ ആശീർവാദ സമയത്ത് എല്ലാ പൊതുനിയോഗങ്ങളും പറയുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവേ, സാമ്പത്തികമായി ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ഏറ്റവും അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ. ഒത്തിരി സാമ്പത്തിക പ്രശ്നമുള്ളവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. കടബാധ്യത മാറാൻ, ജപ്തി മാറിക്കിട്ടുവാൻ, സാമ്പത്തികം കൈകാര്യം ചെയ്യുവാൻ. തോട്ടിലെ വെള്ളം പോലെ അല്ല പണം കൈകാര്യം ചെയ്യേണ്ടത്. വെള്ളം പോലെ പണം കൈകാര്യം ചെയ്താൽ ഒന്നും മിച്ചമുണ്ടാകില്ല, ഒന്നും മെച്ചമുണ്ടാകില്ല. അത് കൈകാര്യം ചെയ്യുവാൻ, അത് ഉപകാരത്തെ കൊള്ളിക്കുവാൻ, അത് ദൈവാനുഗ്രഹമാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ 7 ആശീർവാദ സമയത്ത് സ്ഥലം വിറ്റ് കടം വീട്ടാൻ നിയോഗം വച്ചവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായൊരു ഭവനം ലഭിക്കാൻ പ്രാർത്ഥന ചോദിച്ചവരെ ഏൽപ്പിക്കുന്നു. PCOD എന്ന ആ ഒരു പ്രതിസന്ധിയിൽ കഴിയുന്നവരുടെ സൗഖ്യത്തിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗം, വരുമാന മാർഗം, ബിസിനസ് ആകാം, വാഹനമോടിക്കുന്നതാകാം, കൃഷിയാകാം, അത് അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ പുരോഗതി, തകർന്ന കുടുംബ ബന്ധങ്ങൾ ഐക്യത്തിലാകാൻ, ഭാര്യയും ഭർത്താവും അകന്നു നിൽക്കുന്നവർ, തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നവർ, സംശയിച്ച് മാറി നിൽക്കുന്നവർ, വഴക്കിട്ട് മാറി നിൽക്കുന്നവർ, പിണങ്ങി നിൽക്കുന്നവർ, ഇങ്ങനെയുള്ളവരെല്ലാം ഏൽപ്പിച്ച്, കുടുംബ സമാധാനമില്ലാത്തവർ, അകന്നു കഴിയുന്നവരെ ഏൽപ്പിച്ചുകൊണ്ട് ഈ 7ാമത്തെ ആശീർവാദ സമയത്ത് അതെല്ലാം അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കും. തെറ്റായ എല്ലാ ബന്ധങ്ങളും മാറുവാൻ പ്രാർത്ഥിക്കുകയാണ്. തെറ്റായ എല്ലാ ബന്ധങ്ങളും മാറുവാൻ പ്രാർത്ഥിക്കുകയാണ്. കിഡ്നി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ്. കിഡ്നി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ്. കിഡ്നി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖല അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖല അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖല അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു. മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. വിവിധ തരം ഇന്റർവ്യൂകൾ വിജയിക്കാൻ പ്രാർത്ഥിക്കുക. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവർ, പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവർ, IELTS, OET, ജർമ്മൻ, ഫ്രഞ്ച്, വിവിധ ഭാഷകൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിജയിച്ചു വരുവാൻ പ്രാർത്ഥിക്കുന്നു. വിജയിച്ചു വരല്ല, പരീക്ഷയിൽ വിജയിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂകൾ വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് ജോലി കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾ വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതപ്രകാരം തീരുമാനമെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. തീരുമാനമെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. തീരുമാനമെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ മുഴക സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ മുഴക സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനമുള്ള കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനമുള്ള കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനമുള്ള കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട പണവും സ്വർണവും തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. കൃഷി മേഖല വരുമാന മാർഗം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കൃഷി മേഖല അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ഈ 7 ആശീർവാദത്തോടുള്ള പ്രാർത്ഥന അനുഗ്രഹം
അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. മുട്ടിലിഴഞ്ഞുള്ള പ്രാർത്ഥന അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിംഗ് അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകർ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. അധികാരികളെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. അയൽവാസികളെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. നേർച്ച ഭക്ഷണത്തെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകരെ അനുഗ്രഹിക്കണേ. ദീപികാരുടെ കൗൺസിലിംഗ് അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. കൗൺസിലിംഗ് ശുശ്രൂഷ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. കയറി വരുന്ന വഴി അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. നിയോഗ തിരികത്തിച്ചുള്ള പ്രാർത്ഥന അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. മക്കൾ വിശ്വാസത്തിൽ വളരാൻ പ്രാർത്ഥിക്കുന്നു. കേസിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. കേസിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. PSC വഴി നല്ലൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലിക്കായി പ്രാർത്ഥിക്കുന്നു. നിയോഗ കൊന്തയുണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് ഒരു നിമിഷം എല്ലാം ഒരു പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ച് നസ്രായനായ എൻ്റെ യേശുവേ. ഇപ്പോൾ പരിശുദ്ധ കുർബാന 7ാമത്തെ പ്രാവശ്യം ഉയർത്തി പ്രാർത്ഥിക്കുക. നസ്രായനായ യേശുവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് ഈ 7 ആശീർവാദ സമയത്ത് സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി അത് സാധിച്ചു തന്ന എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ജീസസ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കണം. സംഭവിക്കണമേ. അനുഗ്രഹിക്കണമേ.